ആദംപൂർ വ്യോമസേനാ താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ മിസൈലുകൾ ഉള്ളത് ആദംപൂർ വ്യോമതാവളത്തിലാണ്. പി ബസന്ത് വിശദാംശങ്ങളുമായി ചേർന്നു. ബസന്ത്, വളരെ ആവേശോജ്വലമായി സൈനികരോട് ഇടപെടുകയായിരുന്നു പ്രധാനമന്ത്രി എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി പഞ്ചാബിലെ ആദംപൂരിലുള്ള വിമാനത്താവളത്തിൽ വ്യോമസേനാ താവളത്തിൽ എത്തുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ വ്യോമസേനാ താവളമാണിത്. ഇവിടെയാണ് ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഇത് തകർത്തു എന്നാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. അതായത് ആദംപൂർ വ്യോമസേനാ താവളം പൂർണ്ണമായി തകർത്തു, ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ തകർത്തു എന്നുള്ള ആ പ്രചരണത്തിൻ്റെ മൊന ഒടിക്കുന്നതാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനം. അതായത് വ്യോമസേനാ താവളത്തിൽ അദ്ദേഹം ഇറങ്ങുന്നു. അവിടെ സേനാ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈനികർക്കിടയിലേക്കാണ് പ്രധാനമന്ത്രി നേരെ ചെല്ലുന്നത്. അവിടെ വെച്ച് ഈ സൈനിക നടപടികൾ സംബന്ധിച്ച ബ്രീഫിംഗും പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. സൈനികരുമായി അല്പസമയം സംസാരിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത്. സേനയുടെ ആത്മവീര്യത്തെ പ്രശംസിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് അവിടെ സംസാരിക്കുകയും ചെയ്തത്. സൈനികരുടെ ആത്മവീര്യത്തെ പ്രശംസിക്കുക എന്നതിലപ്പുറം പാകിസ്ഥാന് ഇതൊരു മറുപടി കൊടുക്കൽ കൂടിയാകുന്നുവോ? കാരണം പാകിസ്ഥാൻ തകർത്തെറിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സൈനികരോട് സംവദിക്കാനായി എത്തിയത്. ഈ വ്യോമസേനാ താവളം തകർത്തു എന്നാണ് പാകിസ്ഥാൻ പ്രചരണം നടത്തിയത്. അതിനുള്ള മറുപടിയാണ് ഈ സന്ദർശനം. അതേസമയം ഏറ്റവും വലിയ ഒരു വ്യോമസേനാ താവളം എന്ന് വേണമെങ്കിൽ നമുക്ക് ആദംപൂർ വ്യോമസേനാ താവളത്തെ പറയാം. S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമെ സുഖോയിയുടെ ഒരു ഫ്ലീറ്റും ഇവിടെയാണുള്ളത്. അതായത് സുഖോയ് പോർ വിമാനങ്ങൾ ഇന്ത്യ സൂക്ഷിക്കുന്നത് ഇവിടെയാണ്. 1965-ലെയും 71-ലെയും യുദ്ധങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൻ്റെ വേദിയായിരുന്നു ആദംപൂർ വ്യോമസേനാ താവളം എന്നുള്ളത്. പ്രധാനമന്ത്രി ഇവിടെ എത്തുകയും സേനാ ഉദ്യോഗസ്ഥരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഒരു വലിയ സന്ദേശമാണ് പാകിസ്ഥാൻ നൽകുന്നത്. നിങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളൊന്നും തന്നെ ഇവിടെ ഫലിക്കുന്നില്ല എന്നുള്ളത്. ആദംപൂർ വ്യോമസേനാ താവളം പൂർണ്ണമായി തകർത്തു എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ വാദം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദംപൂർ വ്യോമസേനാ താവളം സുരക്ഷിതമാണ്, സുസജ്ജമാണ് എന്നുള്ള സന്ദേശമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഇന്ത്യ നൽകുന്നത്. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് പഞ്ചാബിലെ ആദംപൂരിലെത്തുന്നത്. നേരിട്ട് അവിടെ എത്തി സേനാ ഉദ്യോഗസ്ഥരുമായി കൂടിയ ചർച്ചകൾ നടത്തുന്നു. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ് സൈനിക ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. അവരോടൊപ്പം അദ്ദേഹം അല്പസമയം ചെലവിടുകയും ചെയ്തിട്ടുണ്ട്. ആദംപൂരിൽ നിന്നുള്ള സേനാ നടപടികൾ സംബന്ധിച്ച വിവരണങ്ങൾ സൈനിക ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു ഇമേജാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു ദൃശ്യമാണ്, ഒരു കാഴ്ച വരുന്നതാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിനോട്, പാകിസ്ഥാനോട് ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശമാണ്. ഈ സേനാ താവളത്തിന് യാതൊരുവിധ കുഴപ്പവുമില്ല. ഇത് നിങ്ങൾ തകർത്തു എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഇതാ നോക്കൂ, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ വലിയ സന്ദേശമാണ്, പാകിസ്ഥാനുള്ള ഒരു മറുപടിയാണ്. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കലാണ്, പ്രത്യേകിച്ചും സൈനികരുടെ മനോവീര്യം വർദ്ധിപ്പിക്കൽ കൂടിയാണത്. ഭാരത് മാതാ കി ജയ് വിളികളോടെ സൈന്യം എതിരേൽക്കുകയായിരുന്നു. അവർക്ക് ഏറ്റുവിളിക്കാനായി ഭാരത് മാതാ കി ജയ് വിളിച്ചു കൊടുത്തത് പ്രധാനമന്ത്രി തന്നെയാണ്. അത് വല്ലാത്തൊരു ധൈര്യവും ആത്മവിശ്വാസവും വീര്യവും ഒക്കെ സൈനികർക്ക് കൊടുക്കുന്നതാണ്. പി ബസന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.